യൂട്യൂബിൽ നോക്കി അശാസ്ത്രീയമായ ഡയറ്റ് ഫോളോ ചെയ്തിട്ട് കണ്ണൂരിലുള്ള 18 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. എന്താണ് ഇതിനൊക്കെ കാരണം? ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് ഒരു ഫിറ്റ്നസ് ഫേമിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ശ്രീനന്ദയെ പോലെ ഒരുപാട് കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതേ മൈൻഡ് സെറ്റുമായിട്ട് വരുന്നത്. നമ്മുടെ സൊസൈറ്റിക്ക് ഇതിൽ വലിയൊരു പങ്കുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇതുപോലെ ഒരുപാട് പേര് വന്ന് എൻക്വയറീസും കാര്യങ്ങളും ചെയ്യുന്നതിൽ തന്നെ പല കുട്ടികളും അന്വേഷിക്കുന്നത് വീട്ടിലറിയാതെയാണ്. വീട്ടിലറിയാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ പൈസ ചെലവാക്കാൻ സമ്മതിക്കില്ല, തടി കുറക്കാൻ സമ്മതിക്കില്ല. അപ്പൊ തടി കുറയ്ക്കാൻ വേണ്ടി ട്രൈ ചെയ്യണമെങ്കിൽ പട്ടിണി കടന്നിട്ടാണെങ്കിലും തടി കുറച്ചോളൂ, പൈസ ചെലവാക്കിയിട്ടൊന്നും തടി കുറക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ ഈ പൈസ കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഈ പൈസ കൊടുക്കുക എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. എക്സ്പേർട്സിന്റെ കയ്യിൽ നിന്നും ഒരു കൺസൾട്ടേഷൻ എടുക്കുക എന്നുള്ളതാണ് അതിൽ വരുന്നത്. ഓരോരോ ആളുകൾക്കും അവരുടെ ശരീരം പല രീതികളിലായിരിക്കും പല ഫുഡും റിയാക്ട് ചെയ്യുന്നുണ്ടാവുക. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ യൂട്യൂബിലോ മറ്റോ നോക്കിയിട്ട് ഒരു ഡയറ്റ്, ആരെങ്കിലും ഒരാൾ ഫോളോ ചെയ്യുന്ന ഡയറ്റ്, അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ നോക്കിയിട്ട് അല്ലാതെ തന്നെ നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഫോളോ ചെയ്തിട്ടുള്ള ഒരു ഡയറ്റ് അത് പറയുന്നത് കേട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അത് ഓക്കെ ആയിരിക്കും എന്നുള്ളതൊന്നും യാതൊരു വിധത്തിലും ആർക്കും അതിനെക്കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടാവില്ല. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിന് ഏതാണ് ആപ്റ്റ് ആവുക, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത് എങ്ങനത്തെ ഫോളോ ചെയ്യാൻ പറ്റും, ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരാൻ പറ്റുന്നത് ഒരു എക്സ്പേർട്ടിന് മാത്രമാണ്. സോ അതിന് നമ്മളൊരു എക്സ്പേർട്ടിന്റെ കൺസൾട്ടേഷൻ തീർച്ചയായിട്ടും എടുക്കണം. അവരുടെ ഭാഗത്തു നിന്നുള്ള കൺസൾട്ടേഷൻ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഡയറ്റോ മറ്റു കാര്യങ്ങളും നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഈ ഡയറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ വലിയൊരു തെറ്റിദ്ധാരണ ഉണ്ട്. എന്ത്? തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്യുന്ന സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതിരിക്കുക, ഇതാണ് ഡയറ്റ് എന്ന് പറയുന്നത്. അല്ല, ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണ രീതിയാണ് ഡയറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പൊ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ജങ്ക് ഫുഡ്സും വലിച്ചു വാരി കഴിക്കുന്നത് നോർമലൈസ്ഡും, ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന എന്തോ ഒരു കാര്യം എന്നുള്ള രീതിയിലേക്കാണ്. നമ്മൾ ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കുന്നതാണ് നോർമലൈസ്ഡ്. ഇതിലേക്ക് നമ്മൾ മനസ്സിലാക്കണം. സോ ഇത് എങ്ങനെ നമ്മളെ ശരീരത്തിന്, ഒരു പക്ഷേ ഒരാളുടെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസസ് ഉണ്ടാവും. സോ ഇതൊക്കെ ഒരു എക്സ്പേർട്ടിന് മാത്രം പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ഈ ഒരു വീഡിയോയിലാണെങ്കിൽ കൂടെ ഞാൻ അതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. കാരണം ഇത് മറ്റുള്ള രീതിയിൽ പലരും ഉപയോഗിക്കും, അല്ലെങ്കിൽ ആ രീതിയിൽ ഇങ്ങനത്തെ രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാമെന്ന് പറയുന്നുണ്ട്, ഇന്ന ആളുകൾക്ക് ഇന്ന ഭക്ഷണം കഴിക്കാമെന്ന് പറയുന്നത്, അതൊക്കെ ഒരു കൺസൾട്ടേഷന് ശേഷം മാത്രം ചെയ്യേണ്ടതുള്ള കാര്യങ്ങളാണ്. ഞാൻ തൊട്ട് മുമ്പേ പറഞ്ഞതുപോലെ എന്റെ അടുത്തേക്ക് വന്നിട്ടുള്ള ഒരുപാട് എൻക്വയറീസിലുള്ളത്, എന്റെ അടുത്ത് ഇൻ ദ സെൻസ് ഞാനൊരു ഡയറ്റീഷ്യൻ അല്ല, പക്ഷെ നമ്മൾ ഫിറ്റ്നസ് ഫേമിൽ നമ്മൾ കൺസൾട്ടേഷൻ കൊടുക്കുന്നത് നമ്മുടെ ഡയറ്റീഷ്യൻസിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ കസ്റ്റമറോട് സംസാരിക്കും. എന്നതിന് ശേഷമാണ് നമ്മൾ ഡയറ്റീഷ്യനായിട്ട് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ആഫ്റ്റർ പേയിങ്, ലൈക് പേയ്മെന്റ് ചെയ്ത് മറ്റു കാര്യങ്ങൾ ചെയ്തതിന് ശേഷം. സോ ഈ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഒരുപാട് പേര് പറയുന്ന കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അവരുടെ ഫാമിലിയിൽ പറയുന്നതായിരിക്കും, നമുക്ക് പട്ടിണി കടന്നിട്ടാണെങ്കിലും ചെയ്യാലോ, അല്ലെങ്കിൽ ഗൂഗിളിൽ ഒരുപാട് ഡയറ്റ് ഉണ്ടല്ലോ, അങ്ങനെ ചെയ്താൽ പോലെ നിനക്ക് തടി കുറയ്ക്കാനായിട്ട്. തടി കുറയ്ക്കുകയാണെന്നതിന്റെ ആഗ്രഹം നൽകി. ലൈക്ക് ഞാൻ ഈ പറയുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓവർ തടിയുള്ള ഒരാൾ അവർ തടി കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മള് മുന്നേ ഡിസ്കസ് ചെയ്ത പോലെയുള്ള നമ്മള് ശ്രീനന്ദയെ പോലുള്ള ആളുകളുടെ കേസസ് അല്ല, അത് വേറെ തന്നെ ഒരു വിഭാഗമാണ്. സെൽഫ് കോൺഫിഡൻസ് അവർക്ക് ഇനിയും വർദ്ധിപ്പിക്കാൻ വേണ്ടി അവർ ഇനിയും തടി കുറക്കണം എന്നുള്ളൊരു ചിന്ത അവരുടെ ഉള്ളിൽ വരുന്നത്. സോ ബേസിക്കലി പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് സ്വമേധയാ സ്വന്തം ഇഷ്ടപ്രകാരം എന്തെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും പറയുന്നു എന്നുള്ളതിന്റെ പേരിൽ നമ്മൾ ചെയ്യാൻ നിൽക്കരുത്. നമ്മളെ ശരീരത്തിന് വേണ്ടിയിട്ട്, നമ്മളെ ശരീരമാണ്, നമ്മളെ ഹെൽത്താണ്. ഈ കാര്യം നമ്മൾ ചിന്തിക്കുക. മെലിഞ്ഞിരിക്കുന്നു എന്നതുകൊണ്ട് അയാൾ ഹെൽത്തി ആയിരിക്കണമെന്നില്ല, തടിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് അയാൾ അൺഹെൽത്തി ആയിരിക്കണമെന്നില്ല. നമ്മുടെ ശരീരം നമ്മുടെ ദൈനംദിനമായിട്ടുള്ള ജീവിത ശൈലികൾക്ക്, നമുക്ക് ചെയ്യേണ്ട ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ള ശരീരത്തിനെ വിലയിരുത്തുന്നത്. ആ രീതിയിലായിരിക്കണം നമ്മളെ കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഹെൽത്തിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണം. അത് ചെറിയൊരു തുക ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ ലോങ് ആയിട്ട് മുന്നോട്ട് ചിന്തിക്കുക. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസോ പ്രോബ്ലംസോ വരുന്ന സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് പൈസ അടക്കുന്നില്ലേ, അതിനേക്കാൾ ഉപരിയല്ലേ നമുക്ക് നമ്മുടെ ഹെൽത്തിനേക്ക് വേണ്ടിയിട്ട്, നമ്മൾ ഫിറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. എല്ലാവരും ജിമ്മിൽ പോകണം, 6 പാക്ക് ഉണ്ടാക്കണം എന്നുള്ളതിലല്ല. നമ്മുടെ ഹെൽത്തിനെ നമ്മൾ ടേക്ക് കെയർ ചെയ്യണം. മുന്നുണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കലി എല്ലാവരും ആക്റ്റീവ് ആയിരുന്നു. ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്, നമ്മളെ തൊട്ടടുത്തുള്ള കടയിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ നടക്കുന്നുണ്ടായിരുന്നു. നമ്മളെ ഭക്ഷണ രീതി അങ്ങനെ ആയിരുന്നു. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. നമ്മൾ തൊട്ടടുത്തുള്ള കടയിലേക്ക് പോകാൻ വേണ്ടിയിട്ടും സ്കൂട്ടിയിലോ ബൈക്കിലോ കാറിലോ ഒക്കെ പോവാണ്. നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ നടക്കുക എന്ന് പറയുന്ന കാര്യങ്ങൾ വളരെ കുറഞ്ഞു വരുന്നു. ഒരു സ്ഥാപനത്തിലേക്ക് മറ്റോ പോകുമ്പോൾ നമ്മൾ സ്റ്റെയർസ് കയറുന്നത്, ഇപ്പൊ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ആണെങ്കിൽ പോലും നമ്മൾ ലിഫ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ മാറി.
സോ അതൊക്കെ മാറിയിട്ട് നമ്മൾ ഇപ്പോഴത്തെ നിലവിലുള്ള ഒരു ജീവിത സാഹചര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഫിസിക്കലി ആക്റ്റീവ് ആയി ഇരിക്കുക എന്നുള്ളത് പറഞ്ഞത് ഇന്നും അന്നും എന്നും നമുക്ക് ആവശ്യമാണ്. അത് നമ്മുടേതായിട്ടുള്ള ജീവിത ശൈലിയിൽ ഏത് രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ആ രീതിയിലേക്ക് നമ്മളിത് നിർബന്ധമായിട്ടും ചെയ്യുക. അത് നമ്മുടെ ആവശ്യത്തിന്, നമ്മുടെ ഹെൽത്തിന് വേണ്ടി ചെയ്യുക. ആരെങ്കിലും പറയുന്നു എന്നുള്ള പേരിൽ ആരെങ്കിലും ചെയ്ത ഒരു വീഡിയോയോ മറ്റോ കണ്ട് നമ്മളതിനെ പിന്തുടരാതിരിക്കുക. നമ്മുടെ ഹെൽത്തിന് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക ആ രീതിയിലേക്ക് നമ്മൾ ഒരു എക്സ്പേർട്ടിന്റെ കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം മാത്രം നമ്മളെ ഹെൽത്തിലേക്ക് നമ്മൾ ഭക്ഷണം ആയിക്കോട്ടെ, മെഡിസിൻസ് ആയിക്കോട്ടെ, ഫിസിക്കൽ ആക്ടിവിറ്റീസസ് ആയിക്കോട്ടെ, ഈ രീതികളിൽ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി അവസാനമായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ മുമ്പേ പറഞ്ഞിട്ടില്ല, ഫസ്റ്റ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള നമ്മൾ ശ്രീനന്ദയെ പോലുള്ള ഒരുപാട് കുട്ടികളെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പേര് ഇങ്ങനെ കാണാറുണ്ട്. അവർക്ക് തടി കൂടരുത്, ഇനി ഇപ്പോൾ ഉള്ള തടിയിൽ നിന്ന് കൂടരുത്, ഇനിയും തടി കുറയ്ക്കാനായി നോക്കണം. മേ ബി അവർക്ക് ഐഡിയൽ ബോഡി വെയിറ്റിനേക്കാളും വെയിറ്റ് കുറവൊക്കെ ആയിരിക്കാം. പക്ഷെ വീണ്ടും അവരുടെ മൈൻഡിൽ ഉണ്ടാകുന്നത് കാരണം അവർ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരുപാട് റീൽസ് ആയിക്കോട്ടെ, സിനിമയിൽ കാണുന്ന ആക്ട്രസസ് ആയിക്കോട്ടെ, എല്ലാവരും ഇതുപോലെയാണ് പുറമേ കാണിക്കപ്പെടുന്നത്. ലൈക്ക് നമ്മളൊരു കാര്യം മനസ്സിലാക്കണമെന്ന് വെച്ചാൽ, ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരാളൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ എടുക്കുക. നമ്മളൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും നല്ല, നമ്മൾ ഒരേ സ്ഥലത്ത് നിന്ന് ഒരേ വസ്ത്രത്തിൽ എടുത്തിട്ടുള്ള 10 ഫോട്ടോ ഉണ്ടെങ്കിൽ ആ 10 ഫോട്ടോയിലും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഫോട്ടോ മാത്രമേ നമ്മളിത് പോസ്റ്റ് ചെയ്യാറുള്ളൂ. അങ്ങനെയല്ലേ? അതുപോലെ തന്നെയാണ് ഇപ്പൊ ഒരു ഫിറ്റ്നസ് ഇൻഫ്ലുവൻസർ ആയിക്കോട്ടെ, ആരായാലും ആ ഒരു 6 പാക്ക് കാണിച്ചിട്ടോ മറ്റൊക്കെ ഫോട്ടോസ് എടുക്കുന്നുണ്ടെങ്കിൽ അത് ലേറ്റ് അറേഞ്ച്മെന്റ്സ് വെച്ചിട്ടുണ്ടാവും. ക്യാമറയിൽ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത്രയും ആ ഫോട്ടോനെ പ്യുവർ ആക്കിയിട്ട് അത്രയും ക്രീം ആയിട്ടുള്ള രീതിയിലാണ് അവരെന്ത് ചെയ്യുക, ഔട്ട് പുറത്തിടുക. സോ അത് നോർമൽ ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നതാണ് നമുക്ക് വരുന്ന പ്രോബ്ലംസ്. ഇതിന്റെ ഒരു കൺക്ലൂഷൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത്, അവരവരുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഒരു എക്സ്പേർട്ടിന്റെ കൺസൾട്ടേഷൻ നിർബന്ധമായിട്ടും എടുത്തിരിക്കുക.